നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമലയിൽ സംഭവിക്കുന്നത് എന്താണ്? രാഷ്ട്രപതി ദ്രൗപദി മുർമു അടക്കം എത്താനിരിക്കെ സുരക്ഷാ കരുതലുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രംഗത്ത് വരികയാണ്. ശബരിമലയിലെത്തുന്ന തീർത്ഥാടകരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് കൂടുതൽ നിർദ്ദേശങ്ങളുമായാണ് ദേവസ്വം ബോർഡ് രംഗത്തെത്തുന്നത്. വൈദ്യുതി വിഭാഗത്തിന്റെ ഓഡിറ്റ് ഉൾപ്പെടെ നടത്തി അപകട സാധ്യത ഒഴിവാക്കണമെന്ന നിർദ്ദേശം ശബരിമല മാസ്റ്റർ പ്ലാൻ ഹൈപ്പവർ കമ്മിറ്റിക്ക് സമർപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസം തെലങ്കാനയിൽ നിന്നെത്തിയ തീർത്ഥാടക ദർശനം കഴിഞ്ഞ് മടങ്ങുമ്പോൾ കുടിവെള്ള കിയോസ്കിന് സമീപത്ത് നിന്ന് ഷോക്കേറ്റ് മരിച്ചിരുന്നു. വിശദമായ പരിശോധന നടത്തി വൈദ്യുത ചോർച്ച കണ്ടെത്തിയിരുന്നു. ഇത്തരം അപകടങ്ങൾ കൂടി ഒഴിവാക്കുന്നതിനാണ് വൈദ്യുത വിഭാഗത്തിന്റെ ഓഡിറ്റ് നടത്താൻ ദേവസ്വം ബോർഡിന്റെ നിർദ്ദേശം. വരും ദിവസങ്ങളിൽ കൂടുതൽ വിഐപികൾ എത്തുമെന്നും വിലയിരുത്തൽ ഉണ്ട്. രാഷ്ട്രപതിയുടെ വരവ് ശബരിമലയുടെ പ്രസക്തി കൂട്ടും. ഈ സാഹചര്യത്തിൽ കൂടിയാണ് സുരക്ഷാ ഓഡിറ്റ് നടക്കുന്നത്. അതിവേഗം ഇത് പൂർത്തിയാകും. പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് വൈദ്യുത വകുപ്പിന്റേത് ഉൾപ്പെടെ നിരവധി കേബിളുകൾ പോകുന്നുണ്ട്. ഇവയിലൂടെ ഷോക്ക് കേൾക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. ഈ കേബിളുകൾ ഭൂമിക്കടിയിലൂടെയാകും ഇനി മുതൽ കൊണ്ടുവരിക. ഇതാണ് ദേവസ്വം ബോർഡിന്റെ ആവശ്യം. വനം വകുപ്പിന്റെ അനുമതിയും മറ്റ് വകുപ്പുകളുടെ സഹകരണവും ഉറപ്പാക്കി ഇത് നടപ്പാക്കാനാണ് തീരുമാനം. ആനയാക്രമണത്തിൽ പോസ്റ്റുകളും മറ്റും തകർക്കാറുമുണ്ട്. ഇതിന് മാറ്റം വരുത്തേണ്ടത് അനിവാര്യമാണ്. ഈ സാഹചര്യത്തിലാണ് ദേവസ്വം ബോർഡിന്റെ നീക്കങ്ങൾ ശ്രദ്ധേയമാകുന്നത്. ദേവസ്വം ബോർഡ്, പോലീസ്, KSEB തുടങ്ങി വിവിധ വകുപ്പുകളുടെ ആവശ്യത്തിനുള്ള കേബിളുകളെല്ലാം ഭൂമിക്കടിയിലൂടെ ആക്കേണ്ടി വരും. സ്വാമി അയ്യപ്പൻ റോഡ്, നീലിമല അപ്പാച്ചിമേട് പാത എന്നിവയുടെ അരികിലൂടെ ഭൂഗർഭ സംവിധാനമുണ്ടാക്കി കേബിളുകൾ കടത്തിവിടണമെന്ന് ദേവസ്വം ബോർഡ് ദീർഘകാലമായി ആവശ്യപ്പെടുന്നതാണ്. ഇക്കാര്യം ഗൗരവപൂർവ്വം പരിഗണിക്കാൻ ഹൈപ്പവർ കമ്മിറ്റി യോഗം തീരുമാനിച്ചിട്ടുമുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഇത് നല്ല കാര്യം തന്നെയാണ്. ഭൂമിക്കടിയിലൂടെ പോകുമ്പോൾ ഉണ്ടാകുന്നത് അത്രയും സുരക്ഷയോടുകൂടി ഒരുക്കി കടത്തിവിടുകയാണെങ്കിൽ നല്ലതായിരിക്കും. പക്ഷേ അതിന്റെ പേരിൽ അപ്പാച്ചിമേടും ദേവസ്വം ബോർഡ് ഒക്കെ തന്നെ ദേവസ്വം ബോർഡ് റോഡും അതുപോലെ തന്നെ സ്വാമി അയ്യപ്പൻ റോഡും നീലിമല അപ്പാച്ചിമേട് പാത ഇവയൊക്കെ തന്നെ കുത്തി തുരന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ അടയ്ക്കേണ്ടതും അത് വീണ്ടും ഒരു വലിയ ബുദ്ധിമുട്ടായി അയ്യപ്പ ഭക്തർക്ക് മാറാനുള്ള സാഹചര്യം ഉടയാനുള്ള സാധ്യതയുണ്ട്. കാരണം കേരളമാണ്. ഇന്ന് ഒരു വികസനം വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്നത് വർഷങ്ങൾക്ക് ശേഷമായിരിക്കും. വർഷങ്ങൾക്ക് ശേഷം നടന്നാൽ തന്നെ വർഷങ്ങളെടുത്ത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാവുന്നതിനപ്പുറം ബുദ്ധിമുട്ടിച്ചതിന് ശേഷം മാത്രമേ അത് തുറന്നു കൊടുക്കുകയുമുള്ളൂ. ഇനി തുറന്നു കൊടുത്താൽ തന്നെ അതിന് പലതരത്തിലുള്ള മാനദണ്ഡങ്ങൾ വഴി ജനങ്ങളെ വീണ്ടും ബുദ്ധിമുട്ടിലാക്കുന്ന സാഹചര്യമാണ് പിന്നീടും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഭക്തജനങ്ങൾക്ക് ഭക്തി തേടി എത്തുന്ന കല്ലും മുള്ളും ചവിട്ടി എത്താൻ തയ്യാറായി വരുന്ന അയ്യപ്പ ഭക്തന്മാർ തയ്യാറായി വരുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇവർക്ക് സുഗമമായി കാനനപാതയിലൊക്കെ തന്നെ ഇത്തരത്തിൽ വെട്ടിമുറിച്ചിട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് എല്ലാവർക്കും ആലോചിക്കാവുന്നേ ഉള്ളൂ. അത്തരം ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ വളരെ സുഗമമായി തന്നെ ദർശനം നടത്താനുള്ള അനുമതി അവർക്ക് നൽകണം. ഇത് അനുവദിക്കണം എന്നുള്ളതാണ് എല്ലാവരുടെയും അപേക്ഷ. മാത്രമല്ല, ഈ വെള്ളം കുടിക്കാനായി എത്തിയ അയ്യപ്പ ഭക്തയാണ് കഴിഞ്ഞ മാസം ഷോക്കേറ്റ് മരിച്ചത്. അതൊക്കെ തന്നെ ഒരിക്കൽ പോലും നടക്കാൻ സാധിക്കാത്ത, സന്നിധാനത്ത് ഒരിക്കൽ പോലും നടക്കാൻ പാടില്ലാത്ത സംഭവ വികാസങ്ങളാണ്. അങ്ങനെ പ്രശ്നം വെച്ച് പ്രശ്ന പരിഹാരം ഉണ്ടായിരിക്കുകയാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ സുരക്ഷയൊരുക്കി കൂടുതൽ സ്വീകാര്യമായി സൗകര്യപ്രദമായി എല്ലാവർക്കും അയ്യരെ കണ്ടു വണങ്ങാനുള്ള സൗകര്യങ്ങൾ തന്നെ ഒരുക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്താണ് നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഈ നമ്മുടെ പ്രസിഡന്റ് എത്തുമ്പോൾ കൂടുതൽ ശ്രദ്ധ അയ്യപ്പനിലേക്ക് അല്ലെങ്കിൽ ശബരിമലയിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ തന്നെ കോടിക്കണക്കിന് ജനങ്ങൾ ഇന്ത്യക്ക് അകത്തു നിന്നും പുറത്തു നിന്നും രാജ്യത്തിനകത്തു നിന്നും ഒക്കെ തന്നെ വരുന്ന ഒരു സാഹചര്യമുണ്ട്. പല രാജ്യങ്ങൾക്കപ്പുറം കടന്നു നിന്ന് വരുന്ന സാഹചര്യം ഒക്കെ തന്നെ ഉണ്ട്. എന്തായാലും കീർത്തി അത്രത്തോളം ഉണ്ട് അയ്യപ്പനെ കുറിച്ചുള്ളത്. എന്തായാലും ദ്രൗപദി മുർമു വരുന്നതോടുകൂടി തന്നെ നമുക്കവിടെ ഉണ്ടാകാൻ പോകുന്ന വലിയ മാറ്റങ്ങൾ കൂടിയാണ് കണക്കാക്കുന്നത്.